ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തൂത്തുക്കുടിയിലെ സുപ്രധാനമായ ഒരു ബീച്ചിലാണ്. റോച്ച് ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. സാധാരണ ബീച്ചുകളെ അപേക്ഷിച്ച് തിരമാലയുടെ ശക്തി വളരെ കുറവാണ്. സഞ്ചാരികൾ ഇതാ നിരനിരയായി ബോട്ടിൽ സഞ്ചരിക്കാനുള്ള ശ്രമത്തിലാണ്. ബോട്ടിൽ ഓരോരുത്തരായി ലൈഫ് ജാക്കറ്റ് ധരിച്ച് ബോട്ടിൽ സഞ്ചരിക്കുകയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ബോട്ടിൽ കയറുവാനുള്ള നിരക്ക്. ഈ കടലിൻ്റെ ഏതാണ്ട് നമ്മൾക്ക് മധ്യഭാഗം എന്ന് തോന്നിക്കുന്ന ഇടത്തു വരെ യമഹയുടെ ഇഞ്ചൻ ഘടിപ്പിച്ച ഈ ബോട്ട് സഞ്ചരിക്കും. ആഴക്കടലിൻ്റെ അഗാധങ്ങളിലേക്കൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലിംഗ് സഞ്ചാരികൾക്ക് തോന്നിക്കും. അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറുവാനുള്ള സഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ്. യമഹ ഘടിപ്പിച്ച ഒരു ബോട്ട് ചിലപ്പോൾ ആൾക്കാരുടെ ബാഹല്യം മൂലം മണ്ണിലേക്ക് താഴുന്നതായി കാണും. ആ ബോട്ട് 1-2 ജീവനക്കാർ ആ ബോട്ടിൽ കയറി പിടിച്ച് അതിനെ ചലിപ്പിച്ചാണ് മുന്നോട്ട് കുതിക്കാറുള്ളത്. എന്തായാലും കടൽ സഞ്ചാരം ഇഷ്ടപ്പെടുന്നവർ, ജീവിതത്തിലെ ചില പിരിമുറുക്കുകൾ അല്പം ആശ്വാസം ലഭിക്കുന്നവർക്ക് ഈ സഞ്ചാരം വളരെ നല്ലത്. ഇതാ ഒരു ബോട്ട് പുറപ്പെടാൻ തുടങ്ങുകയാണ്. വീണ്ടും യാത്രക്കാർ, സഞ്ചാരികൾ വരിവരിയായി ലൈഫ് ജാക്കറ്റ് ധരിച്ച് നിൽക്കും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. അവിടെ നമ്മൾക്ക് കാണാൻ കഴിയും കുറേ കൊച്ചു കുട്ടികൾ ലൈഫ് ജാക്കറ്റ് ധരിച്ച് നിൽക്കുകയാണ്. അകലെയും നമുക്കൊരു ബോട്ട് കാണാൻ പറ്റും. അതിനെ ഈ ബോട്ടിൽ നിന്ന് മുകളിൽ ചില തുണികൾ ഒക്കെ ചുറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അതിലും സഞ്ചാരികൾ കയറുന്നത് നമ്മൾക്ക് കാണുവാൻ പറ്റും. എന്തായാലും യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ്. ഇതിലേക്ക് യമഹയുടെ ഇഞ്ചൻ ഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ പറ്റും. യമഹയുടെ ഇഞ്ചൻ ഘടിപ്പിച്ച ബോട്ട്, ചെറിയ ബോട്ട് കയറി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ്. അല്പം ഒന്ന് തള്ളിവിട്ട് ചലിപ്പിച്ചതിന് ശേഷം ആ ബോട്ടിലെ യന്ത്രം ചലിപ്പിക്കുന്ന ആൾ പെട്ടെന്ന് ബോട്ടിലേക്ക് ചാടി കയറുകയാണ്. നമുക്ക് കാണാൻ പെട്ടെന്ന് ചാടി കയറി ആണ്ട് ആ ബോട്ട് ചലിപ്പിക്കുകയാണ്. ഇനി യമഹയുടെ ആ യന്ത്രം ആ മോട്ടർ നമുക്ക് ചലിപ്പിക്കാം. അത് ചലിപ്പിച്ചു ശബ്ദം നമുക്ക് കേൾക്കാം. അതൊന്ന് തിരിച്ചു കടലിലേക്ക് പോവുകയാണ്. മറ്റൊരു ബോട്ട് കടലിലേക്ക് അല്പം സഞ്ചരിക്കാം. ഇവിടെ വിശാലമായ ചില കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കടൽ തീരത്തെ കുളിർക്കാറ്റുകൾ ഏറ്റ് പല സഞ്ചാരികളും വിശ്രമം പറഞ്ഞും മറ്റ് സുറ പറഞ്ഞുമൊക്കെ ഇരിക്കുന്നുണ്ട്. അകലെ ചില കുട്ടികൾക്കായിട്ടുള്ള ചില വിനോദ ഉപാധികൾ നമ്മൾ പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അവൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അത്ര വിശാലമായ ഒരു ബീച്ചല്ല ഈ ബീച്ച്. തിരമാലകൾക്കൊക്കെ വളരെ ശക്തി കുറവാണ്. അതുകൊണ്ട് തന്നെ അപകടകാരിയായ ഒരു ബീച്ചായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കണ്ട. തീർച്ചയായിട്ടും അപകടം കുറഞ്ഞ ഒരു ബീച്ചാണ്. എപ്പോഴെങ്കിലും സന്ദർശനം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ സന്ദർശിക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൂത്തുക്കുടിയിലെ ബീച്ച്.